നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഗൂഗിൾ. എന്തെങ്കിലും സംശയം വന്നാൽ ഉടൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്തെങ്കിലും നമുക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പോയി വീഡിയോ കാണും. ഇനി ഒരു ഇമെയിൽ അയക്കാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജിമെയിൽ ആപ്പാണ്. ഇനി എവിടെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഗൂഗിൾ മാപ്പാണ്. ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുമ്പ് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കൃത്യമായ ഫലങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും അനാവശ്യമായ നിർദ്ദേശങ്ങളും ട്രെൻഡിങ് ആയ കാര്യങ്ങളും ആദ്യം കാണിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് തുറന്നാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോയേക്കാൾ യൂട്യൂബ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോയാണ് കൂടുതൽ മുന്നിൽ വരുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇന്ന് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ഫോണിൽ ചെയ്യാവുന്ന 3 പ്രധാന സെറ്റിംഗ്സുകളും ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അതർ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്കവർ എന്നൊരു ഫീച്ചർ കാണാം. നിങ്ങൾ കാണുന്ന വീഡിയോകൾ, വായിക്കുന്ന വാർത്തകൾ, തിരയുന്ന കാര്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിങ്ങൾക്ക് വാർത്തകളും ആർട്ടിക്കിളുകളും ശുപാർശ ചെയ്യുന്നതാണ് ഡിസ്കവർ. ചിലർക്ക് ഇത് ഉപകാരപ്രദമായേക്കാം. പക്ഷേ പലർക്കും ആവശ്യമില്ലാത്ത വാർത്തകളും ക്ലിക്ക് ബൈറ്റ് കണ്ടന്റുകളും കാണിക്കാറുണ്ട്. നിങ്ങൾ ഈ ഫീച്ചർ ഉപയോഗിക്കാറില്ലെങ്കിൽ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അതിലൂടെ ഗൂഗിൾ ആപ്പ് തുറക്കുമ്പോൾ അനാവശ്യ വാർത്തകൾ ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഹോം പേജ് കൂടുതൽ ക്ലീൻ ആവുകയും ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വാർത്തകളും ഒഴിവാകും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ചില റീഫ്രഷുകളും കുറയാം. ഇതോടൊപ്പം താഴെ നിങ്ങൾക്ക് ഓട്ടോ കംപ്ലീറ്റ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ കംപ്ലീറ്റ് വിത്ത് ട്രെൻഡിങ് സെർച്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതും ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓൺ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ആളുകൾ കൂടുതൽ തിരയുന്ന കാര്യങ്ങൾ ഗൂഗിൾ നിർദ്ദേശങ്ങളായി കാണിക്കും. ഇത് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യാൻ കഴിയും. അനാവശ്യ ട്രെൻഡിങ് വിഷയങ്ങൾ കാണിച്ച് സമയങ്ങൾ കളയുന്നത് കുറയും. കൂടാതെ സെർച്ച് അനുഭവം കൂടുതൽ ക്ലീൻ ആവുകയും ചെയ്യും. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരിക. പിന്നീട് നിങ്ങൾ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ കീബോർഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം ഏറ്റവും താഴെ മാനേജ് കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കീബോർഡ് ഓപ്ഷന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കറക്ഷൻസ് ആൻഡ് സജഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നെക്സ്റ്റ് വേർഡ് സജഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് എൻ്റെ മൊബൈലിൽ ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഫീച്ചർ ഓൺ ആണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ മനസ്സിലാക്കി അടുത്ത വാക്ക് എന്തായിരിക്കുമെന്ന് കീബോർഡ് പ്രവചിക്കും. ഇത് പലർക്കും ഉപകാരപ്രദമാണ്. പക്ഷേ ചില ആളുകൾക്ക് സ്വകാര്യതയെക്കുറിച്ച് ആശങ്കയുണ്ടാകാം. അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ നിരന്തരം നിർദ്ദേശിക്കുന്നതും ബുദ്ധിമുട്ടാകാം. അത്തരക്കാർക്ക് ഈ ഫീച്ചർ ഓഫ് ചെയ്യാം. ഇതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് പോവുക. പിന്നീട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡിഫോൾട്ട് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ബ്രൗസർ ആപ്പ് തിരഞ്ഞെടുക്കുക. ഇവിടെ ക്രോം ഡിഫോൾട്ട് ബ്രൗസറായി സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈവ്, ഫയർഫോക്സ് അല്ലെങ്കിൽ ഡക്ക് ഗോ ബ്രൗസർ പോലുള്ള ബ്രൗസറുകൾ ഡിഫോൾട്ട് ആക്കാം. എന്തുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കുന്നത് എന്നറിയാമോ? കാരണം ചില ബ്രൗസറുകൾക്ക് ബിൽറ്റ് ഇൻ ആഡ് ബ്ലോക്കിംഗ് ഉണ്ട്. ചിലത് കൂടുതൽ സ്വകാര്യതാ നിയന്ത്രണങ്ങൾ നൽകുന്നു. ട്രാക്കിംഗ് കുക്കികൾ സ്വയം ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ചെയ്യുന്നതിലൂടെ കൂടുതൽ സ്വകാര്യത നൽകുന്ന ബ്രൗസറുകൾ ഉപയോഗിക്കാം. പരസ്യ ട്രാക്കിംഗ് കുറയ്ക്കാൻ സഹായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസിംഗ് അനുഭവം ലഭിക്കുകയും ചെയ്യും. ടെക്നോളജിയുടെ ലോകത്ത് ഓരോ ദിവസവും പുതിയ മാറ്റങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് AI വന്നതോടെ ഗൂഗിളിലും യൂട്യൂബിലും ആൻഡ്രോയിഡിലുമെല്ലാം ഒരുപാട് പുതിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും പ്രൈവസി ടിപ്പുകളും ടെക് ട്രിക്കുകളും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.